സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഞാനൊരു എക്സാം ഹാക്കിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് അടിച്ച് നല്ലൊരു ഭാഗം വെട്ടിക്കളയേണ്ട വന്നു. മൊത്തത്തിൽ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കഷ്ടകാല സമയം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സൂക്ഷിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 കഴിഞ്ഞു കടന്ന് ഒളിച്ചോടി പോയിരിക്കുന്ന കുറേ എണ്ണത്തിന് ഞാൻ റോസ്റ്റ് ചെയ്യാനാണ്. എന്നാലും ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു, നാളത്തെ കണ്ടന്റ് പറയാൻ പറഞ്ഞ്. നിങ്ങൾ വിജയകരമായി അതിൽ പാസ്സായിരിക്കുന്നു. ബ്രോ കപ്പിൾ റോസ്റ്റ് ചെയ്യാൻ നോക്ക്. കണ്ടം എവിടെങ്ങാണ്ട് കാന്താരിയും പഴങ്ങിഞ്ഞും തുടങ്ങി വെച്ചിരുന്ന എള്ളോളം തരി ഈസ് ബാക്ക്. ഈ സംഭവമൊക്കെ നടന്നിട്ട് ഏകദേശം 1 മാസം ആയെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്ന ഇപ്പഴാ. അതല്ല, നിങ്ങളൊന്ന് ക്ഷമിക്ക്. വീഡിയോയിലോട്ട് പോവാ, ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ, ബെല്ലിൽ ഞെക്കിയാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത 2K സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ്. വീഡിയോയിലോട്ട് പോവാ. ഓ, ഇതൊക്കെ ആരാ? താരങ്ങളല്ലേ? ഇവരില്ലാത്ത ഇന്റർവ്യൂ ഇപ്പൊ ചുരുക്കമായിരിക്കും. സത്യം അവരെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അമ്മച്ചിമാരെ അടുക്കളയിൽ എന്ത് ജോലി ചെയ്തോണ്ടിരുന്നാലും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കത്തില്ല. ബട്ടർഫ്ലൈ എഫക്ട്. തല ഇറങ്ങി വീഴാഞ്ഞ കാര്യം. പണ്ടുള്ള ഏട്ടായിമാര് കാന്താരികളും ഡൂക്ക് ബൈക്ക് ആസ്വദിച്ച് പോകുമായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും യൂട്യൂബിൽ വ്ളോഗ് ഇട്ട് ആസ്വദിക്കുന്നത്. ഹലോ ഗൈസ്, വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ മോളൂസിന് പാത്രം എല്ലാം കഴുകി കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ വ്ളോഗായിട്ട് 3 പാർട്ടായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വരുന്നതിൻ്റെ പോകുന്നതിൻ്റെ എല്ലാം അന്ത്യം ഇപ്പോൾ യൂട്യൂബിൽ അവസാനിക്കുന്നത്. അവർക്കിപ്പോൾ വ്ളോഗ് എന്ന പേര് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. ആ ടൈറ്റലും തമ്പനയിലും എടുത്തു കഴിഞ്ഞാൽ ഒരു കഥ എഴുതാനുള്ള സ്കോപ്പ് ഉണ്ട് അതിനകത്ത്. 10 സെക്കൻഡ് കപ്പിൾസ് ചലഞ്ച്. ചിരിച്ച് പണ്ടാര പടകി. പൊന്നു സ്കൂളിൽ പോകുന്നേ എങ്ങനെയാണെന്ന്. മോളൂസേ. ഹലോ ഗൈസ്, പൊന്നൂസ് രാവിലെ എവിടെ പോകുന്നു ചോദിക്കാം. പൊന്നൂസ് രാവിലെ എവിടെ പോകുന്നു? സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ക്യൂട്ട്നെസ് വാരി അറിയാ. സ്കൂളിൽ പോട്ടെ, ക്യൂട്ട്നെസ് വാരി തിന്നാ വിശപ്പടങ്ങത്തില്ലല്ലോ. 100 ജന്മം പണ്ടത്തെ ഓർമ്മകൾ. ഡ്യൂക്ക് വർഷങ്ങൾ മുമ്പോട്ട് പോയെങ്കിലും ട്രെൻഡിന് ഇപ്പോഴും ഒരു വ്യത്യാസമില്ല. ഇപ്പോഴും ഡ്യൂക്ക് ബൈക്കിൽ തന്നെ കാന്താരിയുടെ സഞ്ചരിക്കത്തുള്ളൂ. ഡ്യൂക്ക് ബൈക്കിലായിരിക്കും ആ കൊച്ചു വീണത്. കണ്ടാലൊരു കൊച്ചുകുട്ടീനെ പോലുള്ളത് കൊണ്ടായിരിക്കും ആൾക്കാർ. അതുകൊണ്ടായിരിക്കും. ശരിക്കും കൊച്ചുകുട്ടിയല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, എത്ര വയസ്സായപ്പോ? കാരണം എന്താ അറിയോ, +1 കഴിഞ്ഞു എന്ന് പറയുന്നപ്പോ ആൾക്കാർ ചോദിക്കുന്നു അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. 18 വയസ്സായി. +1 പഠിക്കുന്നവർക്ക് 18 വയസ്സാ? അപ്പൊ ഞാനും +1 ഇല്ലാന്നല്ലോ, എനിക്ക് 16 ആയതേ ഉള്ളല്ലോ. അതെന്തത് ഒന്ന് ഓർത്ത് നോക്കണ വീട്ടുകാരുടെ അവസ്ഥ. തലേ ദിവസം കൊച്ചു ടിവിയും കണ്ടോണ്ടിരുന്ന കൊച്ചാ പിറ്റേ ദിവസം ഏട്ടായുടെ കൂടെ ഇറങ്ങിപ്പോയത്. ഒരു വ്ളോഗേഴ്സിന് വേണ്ട എല്ലാ ഗുണവും പുള്ളിക്കാരനുണ്ട് കേട്ടോ. അവരുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷം നമ്മളുടെ എന്തിനാ അറിയിക്കുന്നത്? നമ്മളെയും കൂടെ വെറുപ്പിക്കാനായിട്ട്. അല്ല, പറഞ്ഞോട്ട് ഇതൊക്കെ ഇല്ലേ വ്ളോഗ്. ബാക്കി കേക്കട്ടെ. കഷ്ടം. പരിപ്പോടെ ഏത് കടയിൽ നിന്ന് കിട്ടുന്നതാന്ന് പോലും അറിയാത്ത ഈ കൊച്ചാ ഒളിച്ചോടി പോയേക്കുന്നത്. 3 വർഷം എടുത്തു. 3 വർഷത്തെ പ്രണയമായിരുന്നു അല്ലേ നിങ്ങളുടെ? എങ്ങനെയായിരുന്നു പ്രണയം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്? കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. 3 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിലോ? ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ ഇവിടെ ജാക്കി ചാനും ഡോറ ബുജിയും കണ്ടോണ്ട് നടക്കുമായിരുന്നു. ഹലോ ഗൈസ്, പൊന്നൂസിനൊരു ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജ്യൂസ് കടയിൽ കയറിയതാണ്. പൊന്നൂസ് ജ്യൂസ് ഇപ്പോൾ വരും, ഇപ്പൊ കാണിക്കാം. ഓക്കെ, ജ്യൂസ് കുടിക്കുന്ന എടുത്തിട്ട്. നേരത്തെ മല്ലു ഫാമിലി ആയിരുന്നു ഇതേ കൂട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഇപ്പൊ മല്ലു ഫാമിലിക്ക് കിട്ടുന്ന ചീത്തവിളിയുടെ നേരെ പകുതി ശതമാനം ഇവർക്ക് തന്നെ കേൾക്കുന്നത്. ഇതിനെ മാത്രം കുറ്റം പറഞ്ഞുണ്ടായില്ല. സത്യം പറഞ്ഞാൽ 1 മാസം മുമ്പ് മൊത്തം കല്യാണമായിരുന്നു. അതും LKGയിലും UKGയിലും പഠിക്കുന്ന പിള്ളേർ. ഇതേപോലെ ഒരു 50-60 എണ്ണം പറയാൻ പറ്റാത്തത്ര കല്യാണങ്ങളില്ലേ നടന്നേ. ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം, മോട്ടിവേഷനാ. നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കണം. നമ്മളെ ഇത്രയും വളർത്തിയിട്ട് നമ്മൾ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിക്കുന്ന ഭയങ്കര ഒരു സംഭവമാണ്. അതിനും തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം വേണം കേട്ടോ. അതില്ലാത്തവരെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ.
അപ്പൊ ഇനി ഇങ്ങനത്തെ വിവരക്കേട് ആരും ചെയ്യാതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും ഇതോട്ടുള്ള കല്യാണം എല്ലാം കൂടെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കുത്തി നിറയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2K സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ്. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തേക്കാം, ലൈക്കും അടിച്ചേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. കോപ്പി ഹാക്സ് കാണണമെങ്കിൽ ഈ വീഡിയോയിലേക്ക് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.